അങ്ങനെ ഒരു എതിർപ്പും ഉണ്ടായില്ല. ചുറ്റുമതിലിൻ്റെ കാര്യത്തിൽ ഏക അഭിപ്രായമാണ് എല്ലാവർക്കും. അങ്ങനത്തെ ഒരു സംഭവമില്ല. നമ്മൾ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സിൻഡിക്കേറ്റ് മെമ്പർമാരാണ്. ആളുകൾക്ക് വ്യത്യസ്തമായതുണ്ടാവും. നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് എല്ലാവരെയും ആവശ്യമല്ലേ. ഇന്നിപ്പോൾ SFIയുടെ ആ സമരത്തിൻ്റെ ഇതിൽ ചുറ്റുമതിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എത്രയോ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണത്. കുട്ടികളുടെ ന്യായമായ ആവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമതിൽ ഉണ്ടാവുക എന്നുള്ളത് ഏത് ക്യാമ്പസിനായി, നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ പോയിട്ട് മതിലില്ലാത്തൊരു ക്യാമ്പസ് കാണാറുണ്ടോ? ഇല്ല. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിന് ചുറ്റുമതിൽ നിർമ്മിക്കേണ്ടത് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാരണം കാലിക്കറ്റ് സർവകലാശാലയുടെ കുറേ കാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നം, സിൻഡിക്കേറ്റിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നമുക്കൊരു ചുറ്റുമതിൽ വേണമെന്നുള്ളത്. കാരണം വലിയൊരു സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. ഇപ്പോൾ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാധാരണ സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് മാറിയിട്ട് ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ ഒരു വലിയൊരു പ്രശ്നം സമീപ പ്രദേശത്തു നിന്ന് ക്യാമ്പസിലെ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ക്യാമ്പസിനൊരു ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ ക്യാമ്പസിൻ്റെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ഗേറ്റിലൂടെ വരിക എന്നുള്ളത് ആ ഒരു രീതിയിലാക്കുകയും അവിടെ ഒരു ക്യാമറ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആരാണ് വരുന്നത് എന്ന് മോണിറ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ ക്യാമ്പസിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ചുറ്റുമതിൽ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രശ്നം വെച്ചാൽ ഇത്രയും വിശാലമായൊരു ക്യാമ്പസ് ആകുമ്പോൾ നമുക്കത് എവിടെ കെട്ടണം, അത് കെട്ടുന്നതിൻ്റെ കോസ്റ്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ടാണ് ഇത്തവണ നമ്മളത് തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം ഒരു പ്രപ്പോസൽ, വലിയ പ്രപ്പോസൽ, അത്ര വേണ്ട, അതൊക്കെ അത്രയും എക്സ്പെൻസീവ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ചുരുക്കിയിട്ടാണ് നമ്മളത് ഒരു 5.3 crores ആക്കിയത്. ഇനി അടുത്തൊരു സ്റ്റേജിൽ നമ്മൾ ഇതെങ്ങനെ പോകുന്നു നോക്കും. ഇപ്പോൾ ഇതിൻ്റെ റവന്യൂ ജനറേഷൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് ഹോർഡിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ഹാവ് സം റവന്യൂ ഔട്ട് ഓഫ് ദിസ്. ആൻഡ് ദിസ് എക്സ്റ്റെൻഡ്സ് ടു കോഹിനൂർ. ആ സൈഡിൽ കടക്കാട്ടുപാറ റോഡ് കഴിഞ്ഞിട്ട് കോഹിനൂർക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒലിപ്രങ്കടവ് റോഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മറ്റേ ആ സൈഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ്, ആ അതർ സൈഡ് ഓഫ് ദ റോഡ് ആൾസോ നമുക്കിതുപോലെ ഹോർഡിങ്സ് ഒക്കെ വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ വി വിൽ ബി ഏബിൾ ടു ജനറേറ്റ് റവന്യൂസ്. ഐ ഹാവ് സീൻ ദിസ് ഇൻ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരുടെ ആ മെയിൻ എൻട്രൻസും ബാക്കി കാര്യങ്ങളും ഒഴിച്ചിട്ടുള്ള മിക്കവാറും സ്ഥലം ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അല്ലേ പോകുന്നത്. സോ ദർ ഈസ് സഫിഷ്യൻറ്റ് സ്കോപ്പ് ഫോർ ആൾ ദാറ്റ് ആൻഡ് വി ഷുഡ് യൂട്ടിലൈസ് ദാറ്റ്. ഇപ്പോൾ 2 കാര്യം, ഒന്ന് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാം, ക്യാമ്പസിൻ്റെ സുരക്ഷ ഉറപ്പാക്കണം, ജീവനക്കാരുടെ എല്ലാവരുടെയും. രണ്ടാമത്തെ വിഷയം, നമുക്ക് ഈ ഒരു റവന്യൂ ജനറേഷൻ കൂടി ആവുമത്. അപ്പോൾ ഈ മതിൽ കെട്ടാനുള്ള കോസ്റ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം വി ഷുഡ് ബി ഏബിൾ ടു റിക്കവർ ഫ്രം ദാറ്റ്. ഒരു പ്രപ്പോസൽ ആൾറെഡി നമ്മളൊരു 8 കോടി രൂപ PWDക്ക് കൊടുത്ത് 5 വർഷമായിട്ട് ഈ പദ്ധതി നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡ് നെറ്റ്വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ക്യാമറകളൊക്കെ ഉടൻ തന്നെ വരും എന്നാണ് അവർ പറയുന്നത്. അതോടുകൂടി ക്യാമ്പസിൽ എല്ലാ സ്ഥലത്തും CCTV നെറ്റ്വർക്കും വരും. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളതിൽ ഫസ്റ്റ് ഫേസായിട്ട് ഈ മെയിൻ ക്യാമ്പസ്, അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലുകൾ എല്ലാം നമ്മുടെ ഈ ക്യാമ്പസിലാണ്. അതുപോലെ മേജർ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എക്സെപ്റ്റ് FU. അപ്പോൾ ഇതെല്ലാം ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈപ്പവർ കമ്മിറ്റിയുടെ ഈ പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ സിൻഡിക്കേറ്റ് അവരോട് ഈ ഹൈപ്പവർ കമ്മിറ്റിയിൽ വന്നപ്പോൾ അത് റിവൈസ് ചെയ്യാൻ പറയുകയും അതനുസരിച്ച് ഈ മേജർ ക്യാമ്പസിൻ്റെ ഒരു പ്രപ്പോസൽ വന്നു. ആ പ്രപ്പോസൽ വന്നത് 5.3 കോടിയുടെ ഒരു പ്രപ്പോസൽ. അപ്പോൾ നമുക്ക് ചുറ്റുമതിലുണ്ടാവണം ക്യാമ്പസിൻ്റെ വലിയൊരു സുരക്ഷിതത്വ പ്രശ്നം അതോടുകൂടി പരിഹരിക്കും. ക്യാമ്പസിൽ എല്ലാ ആളുകളുടെയും ഒരാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് അനുവദിച്ചു, അത് അംഗീകരിച്ചു. അപ്പോൾ ഇനി അതിൻ്റെ റെഗുലർ പ്രൊസീജിയർ കടന്നു വേണം. ടെൻഡർ പ്രോസസ്സും ബാക്കി കാര്യങ്ങളെല്ലാം കടന്നിട്ട് അതിൻ്റെ ട്രാൻസ്പാരൻ്റായിട്ട് ആ പ്രൊസീജിയർ നടക്കണം. അപ്പം ഈ വാർത്ത വന്നപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ അനുമതി ഇല്ലാതെ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വാർത്ത വന്നപ്പോൾ അത് അങ്ങനെയല്ല. അത് സിൻഡിക്കേറ്റിൻ്റെ ഒരു തീരുമാനം തന്നെയാണ് ഇത് കെട്ടാൻ തീരുമാനിച്ചത് എന്ന് പറയാൻ വേണ്ടി. ഇനി ഇത് മാത്രമല്ല, അതാണ് മെയിനായിട്ടൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ അതിൻ്റെ പിന്നിൽ ഈ മയക്കുമരുന്ന് ലോബികളും ഒക്കെ ഉണ്ട് നമ്മളെ ക്യാമ്പസിൻ്റെ ചുറ്റിലും പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ഇത്തരം വാർത്തകൾ ഒരു പക്ഷേ അത്തരം വല്ല കേന്ദ്രങ്ങളിൽ നിന്നാണോ വരുന്നതെന്ന് നമുക്കറിയില്ല. ലഹരി ഇടപാടുകൾ നടത്തുന്നവർ, മോഷ്ടാക്കൾ, തെരുവുനായ്ക്കൾ, മറ്റു സുരക്ഷാ ഭീഷണികൾ എന്നിവയിൽ നിന്നെല്ലാം ക്യാമ്പസിനെ രക്ഷിക്കാൻ ചുറ്റുമതിൽ നിർമ്മിച്ച് CC ക്യാമറകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് നിയമിച്ച ഉന്നതാധികാര സമിതിയാണ് ചുറ്റുമതിൽ നിർമ്മാണത്തിന് തീരുമാനിച്ചത്. സിൻഡിക്കേറ്റ് അനുമതിയില്ലാതെയാണ് നിർമ്മാണമെന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്നും VC പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, Air 1.